ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ മുരിങ്ങയില മുട്ടത്തോരൻ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയില നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, 2 ഉണക്കമുളക്, പിന്നെ വളരെ കുറച്ച് തേങ്ങ ചിരവിയത്, 2 മുട്ടയാണ് ആവശ്യം. ആദ്യം തന്നെ മുട്ട പൊട്ടിച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഉണക്കമുളകും വളരെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് വയ്ക്കണം. പിന്നെ നന്നായിട്ട് കഴുകിയെടുത്ത മുരിങ്ങയിലയിലേക്ക് നമുക്ക് തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ടയിൽ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടാണ് അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. കൈകൊണ്ടൊക്കെ അമർത്തി തിരുമ്മി കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയിലേക്ക് ഒരു കയ്പ്പ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് അത് തിരുമ്മിയെടുക്കാം. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ വളരെ കുറച്ച് കടുകിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ മുരിങ്ങയില മിക്സ് ചെയ്ത് വെച്ചത് ചീനിച്ചട്ടിയിലേക്ക് ചേർത്തിട്ട് മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാം. പൊതുവെ വീട്ടിലെ കുട്ടികളൊക്കെ ഈ ഇലക്കറികളൊക്കെ കഴിക്കാനൊന്ന് മടി കാട്ടുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുരിങ്ങയിലൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു നാടൻ വിഭവമാണിത്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ലൈക്കും ചെയ്യണേ. താങ്ക്